അതിൽ തലസ്ഥാനത്ത് നല്ല രീതിയിലുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. രാവിലെയും നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. കൂടുതലായും ഈ മലയോര മേഖലകളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത് അല്ലേ? ഗോപിക, തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു രാത്രി മുതൽ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ളൊരു മഴ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഇന്ന് 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂർ കൂടി അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞൊരു 24 മണിക്കൂറായിട്ട് അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ആ മഴയുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങളും തുടരുകയാണ്. ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ചില സംഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ മഴക്കെടുതി മൂലം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂർ കൂടി വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ തോടുകളിലും പുഴകളിലും ഒന്നും കുളിക്കാനും മറ്റും ഇറങ്ങരുത് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനൊന്നും മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്ന നിർദ്ദേശം ഉൾപ്പെടെയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നൽകുന്നത്. ആതിര സൂചിപ്പിച്ച പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട്. ഈ മുതലപ്പൊഴിയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് 2 തൊഴിലാളികളെ കാണാതായിരുന്നു. ഇപ്പോൾ അവർക്കായുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണല്ലേ? ഗോപിക, ഏകദേശം 21 മണിക്കൂറായി ഈ മുതലപ്പൊഴിയിൽ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ ഇവിടെ നിന്നും കാണാതാകുന്നത്. ഈ മത്സ്യബന്ധനത്തിനായിട്ട് ഈ തൊഴിലാളികൾ ഈ പൊഴി കടന്ന് കടലിലേക്ക് പോകുന്ന ഒരു സമയത്തായിരുന്നു കാണാതായത്. ഏകദേശം 5 തൊഴിലാളികളോളം അതിലുണ്ടായിരുന്നു. ഈ വള്ളം മറിഞ്ഞാണ് ഇവരെ കാണാതാകുന്നത്. വള്ളം മറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 2 പേര് ഒഴികെയുള്ളവർ നീന്തി കരയ്ക്ക് കയറുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള 25ഉം 28ഉം വയസ്സുള്ള 2 യുവാക്കളെ നിലവിൽ കാണാതായിരിക്കുന്നത്. അതിനുശേഷം ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും അതിൽ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് ഈ ഇന്നലെ രാത്രിയോടുകൂടി ഈ തിരച്ചിൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരച്ചിലിന് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനുശേഷം തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. പിന്നെ രാവിലെയാണ് ഈ തിരച്ചിൽ വീണ്ടും തുടരുന്നത്. പക്ഷേ ഈ തിരച്ചിൽ കാര്യക്ഷമമായി നടത്തുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കാണാതായ യുവാക്കളുടെ ബന്ധുക്കളും മാതാപിതാക്കളും ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഈ കോസ്റ്റൽ പോലീസിന്റെ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇരുന്ന് അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏകദേശം അല്പസമയം മുമ്പാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലെത്തുന്നതും. അതിനുശേഷം ഇപ്പോൾ നിലവിൽ തിരച്ചിൽ ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലെത്തുകയും തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്തത്. കൊച്ചിയിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നിലവിൽ ഈ മുതലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഏകദേശം 16 മണിക്കൂർ, ഈ 2 യുവാക്കളെ കാണാതായി 16 മണിക്കൂറിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലെത്തി ഈ മുതലപ്പുഴയിൽ ആ 2 യുവാക്കൾക്കായിട്ടുള്ള തിരച്ചിൽ നിലവിൽ നടക്കുന്നത്. ഈ മുതലപ്പുഴ എന്ന് പറയുന്നത് എപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഏകദേശം 80ഓളം ജീവനുകൾ ഈ മുതലപ്പുഴയിൽ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പഠനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായി മുതലപ്പുഴയിൽ നടന്നിട്ടുണ്ട്. പരിഹാര മാർഗ്ഗങ്ങൾക്ക് വേണ്ടി പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇന്നും ഈ മുതലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ആ 2 യുവാക്കൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇനി അല്പസമയം കൂടി ഒരു 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇരുട്ട് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ തിരച്ചിൽ വീണ്ടും ദുഷ്കരമാകാനുള്ളൊരു സാഹചര്യമാണ്. തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാധ്യതയൊക്കെ തന്നെ ഉണ്ടാകും. ഈ ഏകദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വരുന്ന പകൽ മണിക്കൂറുകളിലൊക്കെ തന്നെ കാലാവസ്ഥ ഒരു പ്രതിസന്ധിയായി, ഒരു വില്ലനായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരച്ചിൽ കാര്യക്ഷമമാക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഇനിയിപ്പോൾ നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ വീണ്ടും തടസ്സപ്പെടാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ 2 യുവാക്കൾക്കായിട്ടുള്ള തിരച്ചിൽ കാര്യക്ഷമമായി തന്നെ തുടരുകയാണ്.